നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെർപ്പളശ്ശേരി വെള്ളിനേഴിയിൽ ജലസംഭരണി തകർന്നു വീണ അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഷമാലി, 2 വയസ്സുള്ള മകൻ സാമിറാം എന്നിവരാണ് മരിച്ചത്. പശു ഫാമിൽ ജോലി ചെയ്തു വരികയായിരുന്നു കുടുംബം. അനധികൃത ക്വാറികൾക്ക് തടയിടാൻ ചെർപ്പളശ്ശേരി നഗരസഭ. അംഗീകാരമില്ലാത്ത ക്വാറികൾ കണ്ടെത്തി പ്രവർത്തനം നിർത്തിവെപ്പിക്കാൻ നടപടിയെടുക്കും. ഇനി പുതിയ ക്വാറികൾക്ക് അനുമതി നൽകേണ്ടെന്നും കൗൺസിൽ തീരുമാനം. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ലെന്നും വിമർശനം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് CPM തടസ്സം നിൽക്കുകയാണെന്ന് ഭരണസമിതി. ബ്ലോക്ക് പഞ്ചായത്ത് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതം. കടമ്പഴിപ്പുറത്ത് 2 പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ 3 പേർ കൂടി അറസ്റ്റിൽ. തൃക്കടീരി കീഴൂരിൽ സഹോദരങ്ങൾക്ക് നേരെ ക്രമം 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മണ്ണാർക്കാട് കുമരംപുത്തൂർ കല്യാണക്കാപ്പിൽ മൊബൈൽ കടയിൽ തീപിടുത്തം. 12 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകളും അനുബന്ധ സാധനങ്ങളും കത്തിനശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചെർപ്പളശ്ശേരി വെള്ളിനേഴിയിൽ ജലസംഭരണി തകർന്ന് വീണുണ്ടായ അപകടത്തിൽ അമ്മയും 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞും മരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവതിയും കുഞ്ഞുമാണ് മരിച്ചത്. ഇവിടെ പശു ഫാമിലെ തൊഴിലാളിയാണ് മരിച്ച യുവതി. വെള്ളിനേഴി നെല്ലിപ്പറ്റക്കുന്നിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഇവിടെ പശുഫാമിലെ തൊഴിലാളിയായ വെസ്റ്റ് ബംഗാൾ സ്വദേശി വസുദേവിന്റെ ഭാര്യ 30 വയസ്സുള്ള ഷമാലി, ഇവരുടെ മകൻ 2 വയസ്സുള്ള സാമിറാം എന്നിവരാണ് മരിച്ചത്. 3 മീറ്ററോളം ഉയരമുള്ള വെട്ടുകല്ല് ഉപയോഗിച്ച് നിർമ്മിച്ച ജലസംഭരണിയാണ് തകർന്നത്. ഇതിനടിയിൽപ്പെട്ടാണ് അമ്മയും കുഞ്ഞും ദാരുണമായി മരിച്ചത്. സംഭവ സമയത്ത് വസുദേവ് പശുക്കൾക്ക് പുല്ലരിയാനായി പുറത്തുപോയിരുന്നു. ഉച്ചയോടെ തിരിച്ച് ഫാമിൽ വന്ന് നോക്കുമ്പോഴാണ് ജലസംഭരണി തകർന്ന് ഇരുവരും അവശിഷ്ടങ്ങൾക്കടിയിൽപ്പെട്ട് കിടക്കുന്നതായി കണ്ടത്. ഉടൻ ഫാം ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു. ഇവർ ഫയർഫോഴ്സിലും പോലീസിലും വിവരമറിയിച്ചതിനെ തുടർന്ന് കോങ്ങാട് നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന അമ്മയെയും കുഞ്ഞിനെയും പുറത്തെടുത്തത്. അപ്പോഴേക്കും ഇരുവരും മരണപ്പെട്ടിരുന്നു. 6 മാസമായി ഇവർ ഇവിടെ ഫാമിൽ ജോലി ചെയ്തു വരികയാണ്. മൃതദേഹങ്ങൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അനധികൃത ക്വാറികൾക്ക് തടയിടാൻ ഒരുങ്ങി ചെർപ്പളശ്ശേരി നഗരസഭ. നഗരസഭാ പരിധിയിൽ പുതിയ ക്വാറികൾക്ക് അനുമതി നൽകുകയില്ലെന്നും നിലവിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾ കണ്ടെത്തി പ്രവർത്തനം നിർത്തിവെക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. ചെർപ്പളശ്ശേരി നഗരസഭ 31-ാം വാർഡിൽ പുതിയ കരിങ്കൽ ക്വാറി ഖനനം ആരംഭിക്കുന്നതിനുള്ള അനുമതിക്കായി സമർപ്പിക്കപ്പെട്ട അപേക്ഷയിന്മേലാണ് ക്വാറി വിഷയം കൗൺസിലിൽ ചർച്ചയായത്. പുതിയ ക്വാറി വരുന്നതിനെ എല്ലാ കൗൺസിലർമാരും എതിർത്തു. നിലവിൽ പ്രവർത്തിക്കുന്ന ക്വാറികൾ മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം തന്നെ വലിയതാണെന്നും ഇനിയൊരു ക്വാറി കൂടി പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ചാൽ ഉണ്ടായേക്കാവുന്ന ആഘാതം വലുതാകുമെന്നും കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. തുടർന്ന് നഗരസഭാ പരിധിയിൽ പുതിയ ക്വാറികൾക്ക് അനുമതി നൽകേണ്ടതില്ലെന്ന് കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. കൂടാതെ നിലവിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾ കണ്ടെത്തി പ്രവർത്തനം നിർത്തിവെപ്പിക്കുന്നതിനുള്ള നടപടികൾ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കാനും കൗൺസിൽ തീരുമാനമെടുത്തു. എല്ലാ വിഭാഗം ആളുകളും നമ്മുടെ കൗൺസിൽ തന്നെ അത്തരം സ്ഥാപനത്തിന് അനുമതി നൽകേണ്ടതില്ല എന്ന രീതിയിലാണ് ഇവിടെ ചർച്ച ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ 31-ാം വാർഡിൽ നിന്ന് കുറേ ആളുകൾ ഒരു മാസ് പെറ്റീഷൻ വലിയ ബാധ്യതയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലൈസൻസ് നമ്മൾ ഉണ്ടാവുകതിനപ്പുറം ഇതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഒരു പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുന്ന രീതിയിൽ ഇത്തരത്തിൽ പെർമിഷൻ നൽകുന്ന വ്യവസ്ഥയ്ക്കെതിരെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഭരണസമിതിയുടെ ആശങ്ക അറിയിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ
ഇതിന് പ്രധാന കാരണം ഇത് പൊല്യൂഷൻ കൺട്രോളുടെ ആദ്യം കൊടുക്കും, പിന്നെ എൻവയോൺമെന്റ് കൊടുക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതും കൊണ്ട് കോടതിയിൽ ചെന്നാൽ കോടതി പാസ്സാക്കി കൊടുക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതിനെ തടഞ്ഞാൽ മാത്രം പോരാ, ഇത്തരത്തിലുള്ള കൂടുതൽ ഏജൻസികൾക്കും ഇത് പുനഃപരിശോധിക്കണമെന്നും നമ്മൾ തീരുമാനം എടുത്തിട്ടുള്ളത് നമ്മൾ പരാതി കൊടുക്കണം. എന്തായാലും ഈ കൗൺസിൽ ഐക്യകണ്ഠേന ഈ സമർപ്പിച്ച ഒരു കൂടിക്ക് അനുമതി നൽകുന്നില്ല എന്ന് തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ അനധികൃതമായി ലൈസൻസ് കുറിക്കാൻ തടസ്സങ്ങൾ മറ്റേ തടസ്സമില്ലാതെ ആവശ്യപ്പെട്ടു. അനധികൃതമായി നമ്മുടെ നഗരസഭയിൽ പ്രവർത്തിക്കുന്ന കോഴികൾക്കെതിരെ നഗരസഭയുടെ ചട്ടം അനുവദിക്കുന്ന എല്ലാ പഴുതുകളും ഉപയോഗിച്ച് എന്ന് നമ്മളല്ലായിരിക്കാം. ഇവിടെ വാഹനമുണ്ട്, വില്ലേജ് ഓഫീസർക്ക് വാഹനം അറിയാം, നമുക്ക് വാഹനമുണ്ട്, മറ്റൊരു സംവിധാനത്തിൽ നമ്മളെ നിയമങ്ങൾ ഒതുക്കുന്നുണ്ട്. അതൊരു തർക്കമാണ്. വർഷമായിട്ട് ഇവിടെ ഉന്നയിക്കുന്ന ആക്ഷേപമായിട്ട് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ടവരൊക്കെ. അപ്പൊ അതിനൊക്കെ നമ്മൾ പിന്തുണ കൊടുക്കുന്നു എന്ന ആക്ഷേപം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടാവാത്ത രീതിയിൽ ഇടപെടുക കൂടി ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഗതാഗതക്കുരുക്കഴിയാതെ ചെർപ്പളശ്ശേരി നഗരം. നിയന്ത്രണങ്ങളില്ലാത്ത പാർക്കിങ്ങും നഗര നവീകരണ പ്രവൃത്തികളും നടക്കുമ്പോൾ പോലീസ് സംവിധാനം നോക്കുകുത്തിയാകുന്നു എന്നാണ് പരാതി. ചൊവ്വാഴ്ച നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് പോലീസിനെതിരെ ഉയർന്നത്. നഗര നവീകരണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ചെർപ്പളശ്ശേരിയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് മാസങ്ങളായി അനുഭവപ്പെടുന്നത്. ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ഹൈസ്കൂൾ റോഡ് ജംഗ്ഷൻ, ഒറ്റപ്പാലം റോഡ് ജംഗ്ഷൻ, സ്റ്റാൻഡ് പരിസരം തുടങ്ങി നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലെല്ലാം മണിക്കൂറുകളോളം നീളുന്ന ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും നൂറുകണക്കിന് സ്കൂൾ വാഹനങ്ങളും ഒരുമിച്ചെത്തുന്ന രാവിലെയും വൈകുന്നേരവുമാണ് പ്രധാനമായും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ടൗണിലെ അനധികൃത പാർക്കിങ്ങും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നഗര നവീകരണ പ്രവൃത്തികളുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണം. റോഡിൽ പലയിടങ്ങളിലും രൂപപ്പെട്ട കുഴികളും യാത്ര കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ നഗരസഭാ അധികൃതർ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും നഗര നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാതെ ടൗണിൽ യാതൊരു തരത്തിലുള്ള ഗതാഗത പരിഷ്കരണവും നടപ്പിലാക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്നാൽ ടൗണിൽ കൃത്രിമമായി ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കിന് പരിഹാരം കാണാൻ പോലീസ് സംവിധാനത്തിന് കഴിയുമെങ്കിലും വേണ്ട വിധത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന വിമർശനമാണ് കൗൺസിലിൽ ഉയർന്നത്. നമ്മുടെ ഈ ചെർപ്പശ്ശേരി ടൗണിലെ ഗുരുതരമായ ബ്ലോക്ക് അതിപ്പോ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് നമ്മുടെ നാട്ടില്. ചർച്ച ചെയ്യപ്പെടുന്നതല്ല, നമ്മളെല്ലാവരും ഒന്നടങ്കം പറയുന്ന ആളുകൾ. ഒരാൾ മാത്രമല്ല, മുനിസിപ്പാലിറ്റി മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാരെയും പോലീസിനെയും ചെയർമാനെയും കൗൺസിലർമാരെയും ഒക്കെ ഇങ്ങനെ അങ്ങാടിയിൽ പിന്നെ ഇങ്ങനെ ആളുകൾ മുഴുവൻ ചീത്ത പറഞ്ഞ കുറച്ചൊക്കെ അതിൽ സത്യം ഉണ്ട്. ഏത് നമ്മൾ മോശക്കാരെന്ന് പറഞ്ഞില്ല, സത്യം 50% അവർ പറയുന്നതിൽ കാര്യം ശരിയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ഹൈസ്കൂൾ റോഡിന്റെ ആ ബേക്കറി ജംഗ്ഷനിൽ റോഡ് അടച്ചു, പകുതി അടച്ചപ്പോ ഇതിന് പരിഹാരമായി വൺ വേ ആക്കിയിട്ട് സ്ഥിതി എന്താണ്, അതിന് കാറിൽ മണ്ണ ബ്ലോക്ക് ചെയ്യേണ്ടിയിരുന്നു. അത് കാറിൽ മണ്ണ രാവിലെ ഒരാൾ കുപ്പായം മാറ്റിയിരുന്നു 1 മണിക്കൂർ. ചെയർമാൻ കൂട്ടരൊക്കെ അതിനെ പോന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അവിടെ ആള് നിർത്തല്ല. പിന്നെ അവിടുന്ന് ഒരു വണ്ടി വരലും ഇവിടുന്ന് 2 പുറത്ത് പട്ടാമ്പി റോഡിൽ നിന്ന് പാലക്കാട് റോഡിൽ കൂടി വരുന്ന വാഹനങ്ങൾ ഈ റോഡ് വഴി കയറാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് വലിയ ബ്ലോക്ക് പട്ടാമ്പി റോഡിലും പാലക്കാട് റോഡിലും ടൗണിലും ഉണ്ടാകുന്നത്. റോഡ് പണിയുടെ ഭാഗമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ട്, ഞാനത് ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ കൃത്രിമമായി ശ്രദ്ധക്കുറവ് കൊണ്ട്, വേണ്ടത്ര ജാഗ്രത പാലിക്കാത്തത് കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെർപ്പശ്ശേരി ടൗണിലെ ഈ ബ്ലോക്ക് അവസാനിപ്പിച്ചിരിക്കണ്ടല്ലോ. ജനങ്ങൾ വലിയ തോതിൽ നമ്മള് പുറത്തേക്ക് ഇറങ്ങിയ ജനങ്ങൾ നമ്മൾ അടിക്കുന്ന അവസ്ഥ. ടൗണിലെ ബ്ലോക്ക് റോഡ് മുഴുവൻ കുണ്ടും കൂടിയായ വിഷയമുണ്ട്. അതിന്റെ കാരണം അത് വലിയ കൊണ്ട് വെള്ളം കൊണ്ടും ഈ റോഡ് പണിയുടെ എല്ലാം പ്രതിസന്ധിയുണ്ട്. പിന്നെ നമുക്ക് പറയാൻ ചെയ്യണത് വിനോദ് പറഞ്ഞ പാർക്കിംഗ് ഒരു വിഷയമാണ്. നല്ല വീതിയിൽ റോഡാണ് പാർക്കിംഗ്. നോ പാർക്കിംഗ് ബോർഡ് വെക്കാൻ CI പറഞ്ഞ നമ്മൾ എവിടെ കൊടുക്കും നോ പാർക്കിംഗ്? നമുക്കിന്ന് ആലോചിക്കാം, ഞാൻ വിളിക്കാം, നമുക്ക് വളരെ നിന്ന പ്രദേശം നോ പാർക്കിംഗ്. നമ്മുടെ മുനിസിപ്പാലിറ്റി മുൻപാണെങ്കിൽ നോ പാർക്കിംഗ് അതിപ്പോ നോ പാർക്കിംഗ് മുനിസിപ്പാലിറ്റി മുന്നിൽ വെക്കാൻ പറ്റില്ല. ഇപ്പോഴേക്ക് വരുന്നത് നോ പാർക്കിംഗ് ആയിട്ട് 100 മീറ്റർ വിടാൻ നമുക്ക് കഴിയില്ല. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് CPM തടസ്സം നിൽക്കുകയാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും UDF അംഗങ്ങളും. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഭരണസമിതിക്കെതിരെ ഇവർ ഉന്നയിക്കുന്നതെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2024-2025 സാമ്പത്തിക വർഷം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ലെന്ന CPM ഏരിയ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ നടന്ന ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ്. തെറ്റിദ്ധാരണ പരത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്താനാണ് CPM ശ്രമിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്ന ആരോപണം തെളിയിക്കാൻ CPMനെ വെല്ലുവിളിക്കുന്നതായും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റ് UDF അംഗങ്ങളും പറഞ്ഞു. വികസന കാര്യങ്ങളിൽ എല്ലാ പഞ്ചായത്തിനും ഒരേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് ഒരേപോലെ പദ്ധതി വിഹിതമാണ് നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പഞ്ചായത്തിനും 12-13 ലക്ഷം കൊടുത്തപ്പോൾ നമ്മൾ വിളയൂർ പഞ്ചായത്തിന് 36 ലക്ഷം രൂപയോളം നമ്മൾ ലൈഫ് പദ്ധതിയിലേക്ക് വിഹിതം വെച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷകർക്ക് ഉഴവുകൂലി എല്ലാ പഞ്ചായത്തിനും ഒരുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഉഴവുകൂലി ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 9 ലക്ഷം കൊടുത്തത് അവരുടെ അശ്രദ്ധ മൂലം അത് പാഴാവുകയാണ് ഉണ്ടായത്. അപ്പോൾ കർഷകർക്ക് അത് കിട്ടിയിട്ടില്ല എന്നാണ് കർഷക യോഗം വിളിച്ചപ്പോൾ കർഷകരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ചത് അതാണ്, അല്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പഞ്ചായത്തുകളെ അവഹേളിച്ചിട്ടില്ല. വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആ സമയത്ത് തല താഴ്ത്തിയിരിക്കുകയാണ് ഉണ്ടായത്. കാരണം അവർക്കറിയാം അവരുടെ പഞ്ചായത്തിനും അങ്ങനെ യാതൊരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ അവർ പറഞ്ഞ മറ്റൊരു ആരോപണം ലൈഫ് ഭവന പദ്ധതിയിൽ വലിയ വിവേചനം കാണിച്ചു എന്നുള്ളതാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തുക കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ചത് വെളയൂർ ഗ്രാമപഞ്ചായത്തിനാണ്. 36.2 ലക്ഷം രൂപയാണ് വെളയൂർ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചത്. CPM ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കാണ് പിന്നീട് കൂടുതൽ തുകകൾ അനുവദിച്ചത്. തിരുവേഗപ്പുറക്ക് 8 ലക്ഷവും അതുപോലെ തന്നെ പരുതൂരിന് 9 ലക്ഷവുമാണ്. അതിൽ കൂടുതൽ തുകയാണ് CPM ഭരിക്കുന്ന മറ്റ് പഞ്ചായത്തുകൾക്ക് എല്ലാം അനുവദിച്ചത്. പിന്നെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് CPM ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 2024-2025 സാമ്പത്തിക വർഷം 8.6 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കും. ശ്രദ്ധേയമായ നിരവധി വികസന പ്രവർത്തനങ്ങൾക്കാണ് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നതിനാൽ ടെൻഡർ നടപടികളിലേക്ക് പ്രവേശിക്കാൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എല്ലാം എന്ന പോലെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിനും കഴിഞ്ഞിട്ടില്ല. സാഹചര്യങ്ങൾ ഇതായിരിക്കെ ലൈഫ് ഭവന പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയത് CPM ഭരിക്കുന്ന വിളയൂർ പഞ്ചായത്തിനാണ്. ജൂലൈ 4 ബ്ലോക്ക് ഭരണസമിതി യോഗം അലങ്കോലമാക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് CPMകാരായ പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിന് എത്തിയതെന്നും ഇവർ ആരോപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് KA റഷീദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ഉണ്ണികൃഷ്ണൻ, അംഗങ്ങളായ സജിത വിനോദ്, ഷെഫീന സുക്കൂർ, PTM ഫിറോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെർപ്പളശ്ശേരി തൃക്കടേരി കീഴൂർ മനപ്പടിയിൽ സഹോദരങ്ങൾക്ക് നേരെ അക്രമം. എരിക്കുംപുറം വീട്ടിൽ സതീഷ് കുമാർ, സന്ദീപ് എന്ന സുകുമാരൻ എന്നിവർക്കാണ് ഇടിക്കട്ട ഉപയോഗിച്ചുള്ള അക്രമത്തിൽ പരിക്കേറ്റത്. ഇവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ എരഞ്ഞിക്കളത്തിൽ രാധാകൃഷ്ണൻ എന്ന കത്തിരാധ ഉൾപ്പെടെ 7 പേർക്കെതിരെ ചെർപ്പളശ്ശേരി പോലീസ് കേസെടുത്തു. തിങ്കളാഴ്ച രാത്രി 9:30യോടെയാണ് സംഭവം. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് സൂചന. സന്ദീപിന്റെ പരിക്ക് ഗുരുതരമാണ്. കടമ്പഴിപ്പുറം ബാറിന് സമീപം 2 പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ 3 പേർ പോലീസിൽ കീഴടങ്ങി. മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ഇക്കഴിഞ്ഞ ജൂലൈ 4 പുലർച്ചെ 3:30 കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ വെച്ച് കടമ്പഴിപ്പുറം നരിയപ്പാടം ഇലിയക്കോട്ടിൽ പ്രസാദ്, സുഹൃത്ത് കുളക്കാട്ടുകുറിശി കണ്ടത്തിൽ ടോണി എന്നിവർക്ക് വെട്ടേറ്റ കേസിലാണ് 3 പേർ പോലീസിൽ കീഴടങ്ങിയത്. വലമ്പലിമംഗലം ചോലക്കുന്നിൽ വീട്ടിൽ ശ്രീകുട്ടൻ, കരിമ്പുഴ തോട്ടര ഇളയടത്ത് വീട്ടിൽ അബ്ദുൾ മുബഷീർ, കോഴിക്കോട് അരീക്കോട് സ്വദേശി അഹമ്മദ് നിഹാൽ എന്നിവരാണ് പാലക്കാട് കസബ സ്റ്റേഷനിൽ കീഴടങ്ങിയത്. മറ്റ് പ്രതികൾ ഒളിവിലാണ്. വാടകയ്ക്കെടുത്ത വാഹനമാണ് ഇവർ കൃത്യത്തിന് ഉപയോഗിച്ചിരിക്കുന്നതെന്നും ഇതിനു മുമ്പും പല കേസുകളിലും ഉൾപ്പെട്ടവരാണ് പ്രതികളെന്നും ശ്രീകൃഷ്ണപുരം CI M ഷഹീർ പറഞ്ഞു. ശ്രീകൃഷ്ണൻ വലമ്പലിമംഗലം ശ്രീകൃഷ്ണപുരം, അബ്ദുൽ മുബഷീർ കരിമ്പുഴ തോട്ടര, അഹമ്മദ് നിഹാൽ അരീക്കോട് കോഴിക്കോട് എന്നീ 3 പ്രതികളെ കൂടിയാണ് പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ അറസ്റ്റിലായ പ്രതികൾക്ക് മുൻ കേസ് ഉള്ളവരാണ്. NDPS കേസ്, കോങ്ങാട് റോബറി കേസ്, 1ാം സമ്മാനം കിട്ടിയ ലോട്ടറി തട്ടിയെടുത്ത കേസ് മഞ്ചേരിയിൽ, അങ്ങനെ വിവിധ കേസുകൾ ഉള്ള പ്രതികളാണ്. ഇവർ തമ്മിലുള്ള മുൻ വൈരാഗ്യങ്ങളും കുടിപ്പകയുമാണ് ഈ സംഭവത്തിന് കാരണം.
ഇനി കൂടുതൽ പ്രതികളെ ഇതിൽ അറസ്റ്റ് ചെയ്യാനുണ്ട്. പ്രതികൾ കൃത്യത്തിന് ഉപയോഗിച്ചത് ഒരു ഇന്നോവ കാർ റെന്റിനെടുത്താണ്. ഈ വാഹനവുമായിട്ടാണ് ബാക്കി കിട്ടാനുള്ള പ്രതികൾ കടന്നിരിക്കുന്നത്. ഇവർക്കെതിരെ ഗുണ്ടാ നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ പോലീസ് എടുക്കുന്നതാണ്. ബാക്കി പ്രതികളെ കൂടി ഉടനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണം നടക്കുന്നു. മണ്ണാർക്കാട് കുമരംപുത്തൂർ കല്യാണക്കാപ്പിൽ മൊബൈൽ കടയിൽ അഗ്നിബാധ. 12 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകളും അനുബന്ധ സാധനങ്ങളും കത്തിനശിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം. കല്യാണക്കാപ്പിലെ G4 ഗാഡ്ജറ്റ് മൊബൈൽ ഷോപ്പിലാണ് അഗ്നിബാധയുണ്ടായത്. ഉടമ ഷിനോജ രാത്രി 9 മണിയോടെ കട അടച്ചുപോയതാണ്. രാത്രി 10 മണിയോടെയാണ് കടയിൽ തീപിടിച്ച വിവരം അറിയുന്നത്. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും എത്തി തീ അണച്ചപ്പോഴേക്കും മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചു. പുതിയതും പഴയതുമായ മൊബൈൽ ഫോണുകൾ, അനുബന്ധ ഉപകരണങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവ കത്തിനശിച്ചവയിൽ പെടുന്നു. 12 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. മഴയായതിനാൽ അഗ്നിബാധ പുറത്തറിയാൻ വൈകിയതായി ഷിനോജ് പറഞ്ഞു. പിന്നെ ഇന്നലെ രാത്രി സംഭവിച്ചതാണ്. ഒരു സാധാരണ അടക്കണമാതിരി ഒരു 9 മണിക്കുള്ളിൽ കട അടച്ചു പോയി. ഏകദേശം ഒരു 10 മണിയോടുകൂടി മുഴുവനായിട്ട് ഷോർട്ട് സർക്യൂട്ട് കാരണമാണെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല. നമുക്ക് റീസൺ മുഴുവനായിട്ട് കത്തിപ്പോയി. എല്ലാ സാധനങ്ങളും നമുക്ക് മൊത്തത്തിൽ നല്ലൊരു സംഖ്യയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 12 ലക്ഷം രൂപയുടെ നഷ്ടം നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഉണ്ടായത്. ഇന്നലെ രാത്രി ഒരുപാട് ടൈം കത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ കണ്ടതും. ഇത് ആളുകൾ കണ്ടിരിക്കുന്നത് മഴ കാരണം ആരും കണ്ടിട്ടില്ല. എല്ലാവരും കണ്ടിരിക്കുന്നത് ഏകദേശം 11 മണിയോടെയാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്. ഏകദേശം നല്ലൊരു എമൗണ്ടിൻ്റെ നഷ്ടം നമുക്ക് ഉണ്ടാകുന്നത്. ഫയർഫോഴ്സുകാർ വന്നിട്ട് തന്നെയാണ് തീയണച്ചത്. ഒരു 10:30-11 മണിയോടുകൂടി ഫയർഫോഴ്സുകാർ വന്ന് ഇത് സംഭവം അറിഞ്ഞാൽ തന്നെ ഫയർഫോഴ്സുകാർ വന്ന് തീയണച്ച് കഴിക്കണം. അപ്പോഴേക്കും ഏകദേശം നമുക്കെല്ലാം നഷ്ടമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് 8:45 ആ ടൈമിലാണ് കട അടച്ച് പോകുന്നത്. സാധാരണ അടക്കുന്ന സമയം തന്നെയാണ്. ആ ടൈമിൽ നമ്മൾ കട അടച്ച് പോവുകയാണ് സാധാരണ ഉണ്ടായത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10:30യോടെയാണ് എനിക്ക് ഇവിടുന്ന് പരിസരത്തുള്ള ആളുകൾ വിളിക്കുന്നത്. അപ്പോഴേക്കും ഫയർഫോഴ്സുകാർ വന്ന് തീയണക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മണ്ണാർക്കാട് പോലീസും സയന്റിഫിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2 വർഷമായി ഷോപ്പ് തുടങ്ങിയിട്ടെന്നും ഉടമ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരത്തിൽ മൊബൈൽ ഫോൺ കടയ്ക്ക് മുൻപിൽ യുവാവ് പടക്കമെറിഞ്ഞത് പരിഭ്രാന്തി പരത്തി. പടക്കം 2 തവണ ഉഗ്രശബ്ദത്തിൽ പൊട്ടി. മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റിയത് ശരിയായില്ലെന്ന ദേഷ്യത്തിലാണ് യുവാവ് പടക്കം പൊട്ടിച്ചതെന്ന് പറയുന്നു. ചിലർ യുവാവിനെ മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ കൂടിയവർ പിന്തിരിപ്പിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5:15 പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ സ്മാർട്ട് സെയിൽസ് ആൻഡ് സർവീസസ് എന്ന സ്ഥാപനത്തിന് മുൻപിലാണ് സംഭവമുണ്ടായത്. ഇടവേള. വാർത്തകളിലേക്ക്. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിനകത്തും പുറത്തും സ്ഥാപിച്ച 4 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം മോഷ്ടിച്ചു. ഏകദേശം 5000-ഓളം രൂപ മോഷണം പോയതായാണ് സൂചന. രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് അകത്ത് കടന്നിരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നതിനു പുറമെ വഴിപാട് കൗണ്ടറിലും മോഷണ ശ്രമമുണ്ടായി. പൂട്ടുകൾ കുത്തിപ്പൊളിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും ക്ഷേത്രത്തിന് സമീപത്തു നിന്നും കണ്ടെത്തി. ക്ഷേത്രം അധികൃതരുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. 5:30 മണിക്ക് കഴകക്കാരൻ വാരിട്ട് വന്നപ്പോഴാണ് വിളിച്ച് പറഞ്ഞത്. ഞാനത് കണക്കാക്കിയിട്ട് അപ്പോൾ 6 മണിയാകുമ്പോൾ വന്നു. അപ്പോൾ അകത്ത് 2 ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതും പുറത്ത് 2 ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതായിട്ട് കണ്ടു. ഞാനും ക്ലർക്കും പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. അവർ പ്രാരംഭ നടപടി എന്ന നിലയ്ക്ക് 2 ആൾ വന്ന് അന്വേഷിച്ച് പോവുകയും ചെയ്തു. വായനാ പക്ഷാചരണത്തിന്റെ മലപ്പുറം ജില്ലാതല സമാപനം തിരൂർ തുഞ്ചൻ പറമ്പിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ സാധിക്കൂവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു.
മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് സംസ്ഥാന കായിക ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെട്ടു. വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാർ എക്കാലത്തും പിന്തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു. വായനയിലൂടെ മനുഷ്യരെയും സമൂഹത്തെയും തിരിച്ചറിയാനാകും. പുതുതലമുറയെ വായനയുടെ ലഹരിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളാണ് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിലും ലൈബ്രറികളിലും നടക്കുന്നത്. വിദ്യാലയങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമെല്ലാമുള്ള ലൈബ്രറികൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്കാവണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. നിർബന്ധമായും അത് സംഘടിപ്പിക്കണമെന്നും അതിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത് വിദ്യാലയങ്ങളിലായാലും കോളേജുകളായാലും മറ്റുള്ള ഗ്രാമീണ പ്രദേശങ്ങളായാലും ഒക്കെ തന്നെ പുതിയ തലമുറയെ വായനയിൽ പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വായനയുടെ ലഹരിയാണ് അറിവിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നുള്ളൊരു കാര്യം അവരിൽ എത്തിക്കുക. ആ ഒരു സന്ദേശമാണ് നമ്മൾ നൽകാൻ ശ്രമിക്കുന്നത്. സാമൂഹികാവബോധവും രാഷ്ട്രീയാവബോധവും വളർത്തി മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ കഴിയൂ. കേരളത്തിൽ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കാനും അവയെ കോർത്തിണക്കാനും പരിശ്രമം നടത്തിയ PN പണിക്കരുടെ അനുസ്മരണ ദിനം ദേശീയ വായനാ ദിനമായി അംഗീകരിക്കപ്പെട്ടത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ കൂട്ടിച്ചേർത്തു. വായന എന്നത് ഒരു സംസ്കാരമാണെന്നും വായനയുടെ ലോകത്തെ നാം വിശാലമാക്കേണ്ടതുണ്ടെന്നും ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ പറഞ്ഞു. മലപ്പുറം ജില്ലാ ഭരണകൂടം, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ, വിദ്യാരംഗം, PN പണിക്കർ ഫൗണ്ടേഷൻ തുടങ്ങിയവയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കുറുക്കോടി മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കലക്ടർ VR വിനോദ് മുഖ്യാതിഥിയായിരുന്നു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ C അബ്ദുൾ റഷീദ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. നഗരസഭാ കൗൺസിലർ ഷബീർ അലി നെടുമ്പറമ്പിൽ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ, തിരൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA ഷറഫുദ്ദീൻ, PN പണിക്കർ ഫൗണ്ടേഷൻ പ്രതിനിധി ജാഫർ കക്കൂത്ത്, വിദ്യാരംഗം ജില്ലാ കൺവീനർ P ഇന്ദിരാദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെർപ്പളശ്ശേരി മേഖലയിലും പനി പടരുന്നു. സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ചെർപ്പളശ്ശേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നവരുടെ തിരക്കാണിത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇതാണ് ആശുപത്രിയിലെ അവസ്ഥ. വൈറൽ പനി ബാധിച്ചാണ് കൂടുതൽ പേരും ചികിത്സ തേടി എത്തുന്നത്. പനിക്കൊപ്പം വയറിളക്കവും പടരുന്നുണ്ട്. എന്നാൽ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ കേസുകൾ കുറവാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. 10-ൽ താഴെ ഡെങ്കിപ്പനി കേസുകൾ മാത്രമാണ് കഴിഞ്ഞ 3 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കുട്ടികളിലും പ്രായമായവരിലും മറ്റ് അസുഖമുള്ളവരിലുമാണ് വൈറൽ പനി പടരുന്നത്. പനി പടരുന്നത് ഒഴിവാക്കാൻ പുറത്തുനിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കണമെന്നും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. അസുഖം ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഡോക്ടറുടെ സേവനം തേടണം. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ചെർപ്പളശ്ശേരിയിൽ ഇല്ലെന്നും ഡോക്ടർ യദുകൃഷ്ണൻ പറഞ്ഞു. പനി, വയറിളക്കം പോലത്തെ അസുഖങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ മഴക്കാലവും കുട്ടികളുടെ സ്കൂളിൽ പോക്കും എല്ലാം കൂടി ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഉള്ളത് സാധാരണ വൈറൽ പനികളും വയറിളക്കവുമാണ്. ജലജന്യമായിട്ടാണ് വയറിളക്കം ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. ശുദ്ധമല്ലാത്ത വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റാത്ത വെള്ളം ഉപയോഗിക്കുക, കടകളിൽ നിന്ന് ശീതളപാനീയങ്ങൾ കുടിക്കുന്നവർക്കാണ് പൊതുവെ ഇത്തരം പ്രശ്നങ്ങൾ കാണുന്നത്. ഒട്ടുമുക്കാലും കേസുകളിൽ വളരെ നിസ്സാരമായിട്ടുള്ള ചികിത്സ, നിർജ്ജലീകരണം ഒഴിവാക്കാൻ ORS അതുപോലത്തെ വളരെ നിസ്സാര ചികിത്സകൾ കൊണ്ട് തന്നെ വളരെ വ്യക്തമായി ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഒരുപാട് കോംപ്ലിക്കേഷനുകളൊന്നും ഇതുവരെയായിട്ടും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പനി കൂടുതൽ കണ്ടുവരുന്നത് കുട്ടികളിലും പ്രായമുള്ള മറ്റ് അസുഖങ്ങൾ, ഷുഗർ, പ്രഷർ പോലത്തെ അസുഖങ്ങളുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് കാണുന്നത്. അവരിൽ തന്നെ ഒരു വലിയ ശതമാനത്തിനും നിസ്സാരമായിട്ടുള്ള പനിക്ക് ചികിത്സിക്കാൻ പാരസെറ്റമോളും മറ്റ് ജലദോഷത്തിനുള്ള മരുന്നുകളും കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അപൂർവം ചിലരിൽ ഇത് കൂടുതൽ വഷളായി ന്യൂമോണിയയിലോട്ട് പോകുന്നുണ്ട്. അത്തരം പേർക്കുള്ള കിടത്തി ചികിത്സയും നമ്മുടെ ഇവിടെ ലഭ്യമാണ്. മറ്റ് ജന്തുജന്യ രോഗങ്ങളും വെക്ടർ ബോൺ ഡിസീസസ്, പ്രധാനമായിട്ടും ഡെങ്കു, ചിക്കൻഗുനിയ പോലത്തെ അസുഖങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ താരതമ്യേന കുറവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 3-4 മാസത്തിനിടയിൽ 13ഓളം ഡെങ്കു കേസുകളും 10-ൽ താഴെ മാത്രം മറ്റ് ഹെപ്പറ്റൈറ്റിസ് കേസുകളെ നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. താരതമ്യേന നോക്കുമ്പോൾ അടുത്തുള്ള മറ്റ് ചുറ്റുവട്ടത്തുള്ള മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ചെർപ്പളശ്ശേരിയിൽ കേസുകൾ കുറവാണ് പറയാം. പരിചയമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണവും വെള്ളവും കുടിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കുടിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക.
ഭക്ഷണം കഴിക്കുന്നത് കഴിവതും വീട്ടിൽ നിന്ന് ശുദ്ധമായി പാചകം ചെയ്ത് വ്യക്തമായി നല്ല ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുമെന്ന് ഉറപ്പുവരുത്തുക. കൊതുക് കടി കൊള്ളാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇപ്പം നമ്മുടെ നാട്ടിൽ കേസുകൾ കുറവാണെങ്കിലും ഒരു കേസ് വന്നാൽ പോലും ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ രോഗികൾക്കും എല്ലാ വ്യക്തികൾക്കും അതൊരു രോഗബാധ ഭീഷണി ഉണ്ടെന്ന് ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ കൊതുക് കടി കൊള്ളാതിരിക്കാനുള്ള സെൽഫ് പ്രൊട്ടക്ഷൻ, അതായത് കയ്യുറകൾ, ഗ്ലൗസുകൾ, അതല്ലെങ്കിൽ വീട്ടിൽ കൊതുക് വല ഉപയോഗിക്കുക, കൊതുക് കടി കിട്ടാതിരിക്കാനുള്ള ക്രീം പോലത്തെ ലേപനങ്ങൾ ഉപയോഗിക്കുക എന്നിവ പ്രത്യേകം ചെയ്യണം. വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള വെള്ളത്തിൻ്റെ സ്രോതസ്സുകളെല്ലാം വ്യക്തമായി കേന്ദ്രീകരിച്ച് ശ്രദ്ധ ചെലുത്തണം. മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടം റോഡ് തകർന്ന് കുളമായി. 2 പതിറ്റാണ്ടായി അധികൃതർ തിരിഞ്ഞു നോക്കാത്ത റോഡിൽ കാൽനട പോലും അസാധ്യം. 100 കണക്കിന് പേർ സ്ഥിരം യാത്ര ചെയ്യുന്ന റോഡ് മുഴുവൻ വെള്ളക്കെട്ടുമാണ്. ബസ് സർവീസുകളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. റോഡിന്റെ രണ്ടറ്റത്തും കുറച്ചു ദൂരം നവീകരിച്ചിരുന്നു. മധ്യഭാഗമാണ് കുളത്തിന് സമാനമായി കിടക്കുന്നത്. നടക്കാൻ പോലും കഴിയാത്ത വിധം തകർന്നു. മഴ പെയ്താൽ റോഡും കുഴിയും തിരിച്ചറിയാൻ കഴിയില്ല. ഇരുചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷകളും കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. വിദ്യാർത്ഥികളെ സ്കൂളിൽ വിടാൻ പോലും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. റോഡ് മോശമായതിനാൽ ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാൻ മടിക്കുകയാണ്. വന്നാൽ തന്നെ അധികം തുക നൽകേണ്ട സ്ഥിതിയാണ്. തെങ്കരയിൽ നിന്ന് കോൽപ്പാടത്തേക്ക് നേരത്തെ 30 രൂപയാണ് ഓട്ടോയ്ക്ക് വാങ്ങിയിരുന്നത്. ചില ഓട്ടോക്കാർ ഇപ്പോൾ 40 രൂപ വാങ്ങുന്നുണ്ടെന്നും പ്രദേശവാസിയായ ലക്ഷ്മി പറഞ്ഞു. കിണറിലിറങ്ങാൻ കയറുക, കാരണം അവർ വയസ്സായവർക്ക് നടക്കാൻ പാടില്ല, വേറെ ഒന്നും നടക്കാൻ പറ്റില്ല. റോഡ് വെറുതെ കുത്തിപ്പൊളിച്ചിട്ട് ഇതായിട്ടാണ് പോയി. അതന്നെ അവസ്ഥ. വണ്ടികളെതാ ചാടി 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 തന്നെ വല്ല ചന്ദ്ര കുഞ്ഞാൽ പോകും പോലെ പോണു. അവർക്കിപ്പോൾ ഓട്ടം നിർത്തിയാൽ അവരെ അരിവാകില്ലല്ലോ. അതന്നെ പ്രശ്നം. പിന്നെ അധികം ചാർജ് കൊടുക്കണം. അവരിത് കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ. മാരി കുണ്ടിൽ കയറുന്നിട്ട് മേപ്പെട്ടിട്ട് പൊന്തുക. അപ്പോൾ പിന്നെ നമ്മൾ 30 രൂപ കൊടുക്കേണ്ടത് 40 കൊടുക്കണം. നടക്കാൻ വയ്യാത്തവരൊക്കെ ഒന്നുകൂടെ വരണമെങ്കിൽ. രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും വലിയ പ്രയാസമാണ് നേരിടുന്നത്. 2 പതിറ്റാണ്ടിലേറെയായി റോഡ് നവീകരിച്ചിട്ട്. പൊളിഞ്ഞുകിടന്ന റോഡിൽ ശുദ്ധജല പൈപ്പിടാൻ കുഴിക്കുക കൂടി ചെയ്തതോടെ തകർച്ച പൂർണ്ണമായി. ഇനി എന്ന് നന്നാക്കുമെന്ന് ആർക്കും അറിയില്ല. റോഡ് സൗകര്യമാണ് ആളുകൾക്ക് അത്യാവശ്യം. എന്നാൽ വൻതുക മുടക്കി ലൈറ്റ് സ്ഥാപിക്കാനാണ് ജനപ്രതിനിധികൾക്ക് താൽപ്പര്യമെന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തരമായി തെങ്കര കോൽപ്പാടം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേശീയപാതയിലെ കുഴികളിൽ ചാടി അപകടങ്ങൾ പതിവായിട്ടും കുഴിയടയ്ക്കാൻ അധികൃതർക്ക് മടി. കുഴിയിൽ വാഴ വെച്ച അജ്ഞാതരുടെ പ്രതിഷേധം. കരിങ്കല്ലത്താണി മണലും പുറത്തു നിന്നാണ് ഈ കാഴ്ച. കണ്ണു തുറക്കുമോ അധികൃതർ? ദേശീയപാതയിലൂടെയുള്ള യാത്രയിലാണ് പാതയുടെ ഒരു വശത്ത് വാഴ നട്ടത് ഞങ്ങൾ കണ്ടത്. സംഭവം എന്താണെന്ന് നോക്കി അടുത്തു ചെന്നപ്പോഴാണ് ഇവിടെ വലിയൊരു കുഴിയാണെന്ന് മനസ്സിലായത്. തുടർച്ചയായി 2 വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. ഇതിൻ്റെ പ്രതിഷേധ സൂചകമായാണ് അജ്ഞാതരാരോ കുഴിയിൽ വാഴ നട്ടത്. ഈ കുഴിയുടെ തൊട്ടടുത്തായി വേറെയും കുഴികൾ ഉണ്ടായിരുന്നു. അത് സമീപത്തെ ക്ലബ്ബിലെ യുവാക്കളാണ് അടച്ചത്. എന്നാൽ വാഴ നട്ടത് ആരെന്നറിയില്ല. എങ്കിലും അധികൃതർ കണ്ണു തുറക്കട്ടെ. ദേശീയപാത വികസനം നടന്നെങ്കിലും പാതയ്ക്ക് ഇരുവശവും അഴുക്കുചാൽ നിർമ്മിക്കാത്തത് പാതയിലൂടെ വെള്ളമൊഴുകാനും കുഴികൾ രൂപപ്പെടാനും കാരണമാകുന്നുണ്ട്. അത്തരത്തിൽ രൂപപ്പെട്ടതാണ് മണലും പുറത്തുള്ള ഈ കുഴിയും. ഒറ്റപ്പാലം കണ്ണിയമ്പുറം പനമണ്ണ പാതയിലെ തോട്ടുപാലത്തിന്റെ തകർന്ന കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. കണ്ണിയമ്പുറം പനമണ്ണ റോഡിലെ തോട്ടുപാലത്തിന്റെ തകർന്ന കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചത്. ഇരുമ്പ് പൈപ്പുകൾ വെൽഡ് ചെയ്ത് ഉറപ്പിക്കുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചത്. 2 ദിവസങ്ങൾ കൊണ്ട് പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാകും. തുടർന്ന് പൈപ്പുകൾ സ്ഥാപിച്ചതിന് താഴെ കോൺക്രീറ്റ് ചെയ്ത് കൂടുതൽ ബലപ്പെടുത്തും. 2 ദിവസം മുമ്പ് അപകട സൂചനാ ബോർഡും പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ചിരുന്നു. പാലത്തിന്റെ കൈവരികൾ തകർന്ന് അപകടത്തിന് കാരണമാകുന്നതായി മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ നടത്തുന്നത്. പെരിന്തൽമണ്ണ ചെർപ്പളശ്ശേരി പാതയിൽ ആനമങ്ങാട് വിളക്കത്ര വളവിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. തിങ്കളാഴ്ച രാത്രി കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാർക്ക് പരിക്കേറ്റു. റോഡിലെ ഇറക്കവും വളവുമാണ് ഇവിടെ അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന പെരിന്തൽമണ്ണ ചെർപ്പളശ്ശേരി പാതയിലെ വിളക്കത്ര വളവിൽ വാഹനാപകടങ്ങളും വർദ്ധിക്കുകയാണ്. മുമ്പ് നിരവധി വാഹനാപകടങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ റോഡ് വീതി കൂട്ടി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. എന്നിട്ടും അപകടങ്ങൾ കുറഞ്ഞിട്ടില്ല. വളവും ഇറക്കവുമാണ് വാഹനാപകടങ്ങൾക്ക് ഇടയാക്കുന്നത്.
തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ കാറുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ഇന്നോവ ആൾട്ടോ കാറിൽ ഇടിച്ച് അപകടമുണ്ടായി എന്നാണ് പറയുന്നത്. അപകടത്തിൽ പരിക്കേറ്റവരെ പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ മുമ്പുണ്ടായ വാഹനാപകടങ്ങളിൽ മരണങ്ങളും മാരകമായി പരിക്കേറ്റ സംഭവങ്ങളും നിരവധിയാണ്. വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് വളവ് ഒഴിവാക്കി റോഡ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ആലോചിച്ചിരുന്നു. ഇതിനുള്ള നടപടികളൊന്നും എവിടെയും എത്തിയിട്ടില്ല. ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിൽ 10 വർഷമായി പ്രവർത്തിക്കാതെ കിടക്കുന്ന ലിഫ്റ്റ് പ്രവർത്തിക്കാനുള്ള വഴി തെളിയുന്നു. റവന്യൂ വകുപ്പ് ഇതിനാവശ്യമായ പദ്ധതി തയ്യാറാക്കി സർക്കാരിന്റെ ഭരണാനുമതിക്ക് വേണ്ടി സമർപ്പിച്ചു. അഗ്നിരക്ഷാസേനയുടെ NOC ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ലിഫ്റ്റ് പ്രവർത്തിക്കാതെ കിടക്കുന്നതിനെക്കുറിച്ച് മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. 62 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സിവിൽ സ്റ്റേഷന്റെ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തിന് 5 മീറ്റർ വിസ്താര പരിധി വേണമെന്നാണ് അഗ്നിരക്ഷാസേന നിഷ്കർഷിക്കുന്നത്. ഇതില്ലാത്തതാണ് ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് തടസ്സം. 2014 മെയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സിവിൽ സ്റ്റേഷനിൽ അന്നു മുതൽ തന്നെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല. താഴത്തെ നിലയടക്കം 4 നിലയുള്ള കെട്ടിടത്തിൽ 3ാമത്തെ നില നിർമ്മിച്ചതിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളാണ് ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് തടസ്സമായത്. മിനി സിവിൽ സ്റ്റേഷനിലെ താഴത്തെ 2 നിലകൾക്ക് മാത്രമാണ് നഗരസഭയിൽ നിന്ന് അനുമതി ലഭിച്ചിട്ടുള്ളത്. 3ാം നിലയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം അനുമതിക്കായി അപേക്ഷിക്കാനായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന്റെ പദ്ധതി. നഗരസഭയുടെ രേഖകളിൽ 2 നില കെട്ടിടമാണ് മിനി സിവിൽ സ്റ്റേഷനുള്ളത്. ലിഫ്റ്റ് പ്രവർത്തിക്കാത്തത് മൂലം ഇവിടെ വരുന്ന വയോധികരടക്കമുള്ള 100 കണക്കിന് ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയാണ്. ഒറ്റപ്പാലം എക്സൈസ് റേഞ്ച് ഓഫീസ്, മണ്ണ് സംരക്ഷണ വിഭാഗം, താലൂക്ക് വ്യവസായ ഓഫീസ്, GST വകുപ്പ്, ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസ്, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങി 14 സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ലിഫ്റ്റ് നോക്കുകുത്തിയായി കിടക്കുന്നത്. ജീവനക്കാർക്കും വിവിധ ആവശ്യങ്ങളുമായി എത്തുന്ന പ്രായമായവരടക്കമുള്ളവരും സർക്കാർ ഓഫീസുകളിലേക്ക് കോണി കയറിയിറങ്ങേണ്ട അവസ്ഥയാണുള്ളത്. പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് തീരുമാനം. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. എടപ്പറ്റ ഏപ്പിക്കാട് ആഞ്ഞിലങ്ങാടി റോഡിനെ ബന്ധിപ്പിക്കുന്ന പാതിരിക്കോട് കാപ്പാട്ടുപടി പുളിയത്തോട് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ശോചനീയാവസ്ഥ യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും അപകട ഭീഷണിയാകുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിത്യവും നിരവധി പേർ ആശ്രയിക്കുന്ന പാലം നവീകരിക്കണമെന്ന ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ടെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നിത്യവും നിരവധി യാത്രക്കാർ കാൽനടയായും വാഹനങ്ങളിലും സഞ്ചരിക്കുന്ന പാതിരിക്കോട് കാപ്പാടുപടി പുളിയന്തോട് പാലത്തിന്റെ നിലവിലെ അവസ്ഥയാണ് ഏറെ അപകട ഭീഷണി ഉയർത്തുന്നത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് 1977 നിർമ്മിച്ചതാണ് ഈ പാലം. അതിനുശേഷം കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും പാലത്തിൽ നടന്നിട്ടില്ല. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാലം അടിയന്തരമായി പുതുക്കി പണിയണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ ആവശ്യപ്പെട്ടു. പാലം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള, നിരന്തരം അപകട ഭീഷണിയുള്ള, മിക്കപ്പോഴും വാഹന അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അടിയന്തരമായി പാലം പുതുക്കി പണിത് പുതിയ ഒരു നല്ല സഞ്ചാരമാർഗമായി ഈ റോഡും ഈ പാലവും മാറണമെന്നാണ് ഗ്രാമപഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും ഒന്നടങ്ക ആവശ്യം. ഈ ഭാഗത്ത് അപ്രോച്ച് റോഡിന് വീതിയില്ലാത്തതും പാലത്തിന്റെ കൈവരികൾ തകർന്നതും ഏറെ ഭീതി ഉളവാക്കുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. തകർന്ന കൈവരിക്ക് പകരമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി മരക്കൊമ്പ് വെച്ച് കെട്ടിയുള്ള കൈവരിയാണ് ഇപ്പോഴുള്ളത്. ഏതു സമയത്തും അപകടം സംഭവിക്കുന്ന അവസ്ഥയിലാണ് നിലവിൽ പാലത്തിന്റെ സ്ഥിതിയെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പി ജോർജ് മാത്യു പറഞ്ഞു. പാലം പൂർത്തീകരിച്ച ശേഷം ഒരു മെയിൻ്റനൻസ് നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ വളരെ അപകടാവസ്ഥയിലാണ്. ഏതു സമയവും അത്യാഹിതമോ വലിയ അപകടമോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവിടെ അപകട മുന്നറിയിപ്പായി റിബൺ കെട്ടിയിട്ടുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒരു തടസ്സമായി നിൽക്കുന്നത്. അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2 വർഷം മുമ്പ് മഞ്ചേരിയിൽ ബഹുമാനപ്പെട്ട MLA UA ലത്തീഫ് സാർ വിളിച്ച ഒരു യോഗത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ഈ കാര്യം ഉന്നയിച്ചതാണ്. വളരെ പെട്ടെന്ന് തന്നെ പണി ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിൽ ജനങ്ങളൊക്കെ വളരെ പേടിയിലാണ്. പാലത്തിനൊപ്പം അപ്രോച്ച് റോഡിന്റെ അവസ്ഥയും ഏറെ പരിതാപകരമാണ്. ഇരുഭാഗത്തുമായി 30 മീറ്റർ ദൂരമാണ് അപ്രോച്ച് റോഡ് വരുന്നത്. അപ്രോച്ച് റോഡിന്റെ ഇരുവശത്തും വലിയ താഴ്ചയാണ്. ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഒരുക്കി പാലത്തിനൊപ്പം അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തികളും ദ്രുതഗതിയിൽ പൂർത്തീകരിച്ച് ഗതാഗതം സുഗമമാക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ള ലൈൻ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഒരു ടയർ ഇറങ്ങിയാൽ കാറായാലും ബൈക്കായാലും മറിയും. ഒരു 2 മീറ്ററോളം 3 മീറ്ററോളം താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിന് അവിടെ സ്ഥലമുണ്ട് ഓൾറെഡി.
ഇപ്പോൾ ഇവിടെ ഈ സൈഡിലൊക്കെ ചെരിച്ച് കെട്ടിയിരിക്കുന്നതാണ്. അത് പണ്ടത്തെ സിസ്റ്റംസിൽ ഇപ്പോൾ അത് ഇന്റർലോക്ക് സിസ്റ്റം വെച്ച് ചെയ്യുകയാണെങ്കിൽ റോഡിന് തന്നെ 2 മീറ്റർ വീതി 2 ഭാഗത്തും വരും. അപ്പോൾ വന്നാൽ വാഹനങ്ങൾ വന്നാൽ ബ്രേക്ക് ഔട്ടിൽ നിർത്താനും വാഹനത്തെ കടത്തിവിടാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങളില്ല. ഇപ്പോൾ വെള്ള ലൈൻ കഴിഞ്ഞ് പുറത്തേക്ക് ടയർ ഇറങ്ങിയാൽ ആ വണ്ടി മറിയുന്ന അപകടമാണ് ഇപ്പോൾ അവസ്ഥയാണ്. ഇപ്പോൾ അപ്പുറത്ത് തന്നെ 1-2 സ്ഥലത്ത് അവിടെ വണ്ടി മറിഞ്ഞിട്ടുണ്ട്, അവിടെ മണ്ണ് ഒലിച്ചു പോയതുണ്ട്. റോഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ നിൽക്കുന്നോളം ഒരു 3 മീറ്ററോളം കുഴിയിലാണ്. ആ പ്രശ്നം കൂടി ഇതിനകത്ത് പരിഹരിക്കണം. അതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ പാലത്തിൻ്റെ പണി വളരെ പെട്ടെന്ന് ചെയ്യുമ്പോൾ കാലഹരണപ്പെട്ട ഒരു പാലമാണ്. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാല കഥാപ്രസംഗ കുലപതി വി സാംബശിവൻ അനുസ്മരിച്ചു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാലയുടെ നേതൃത്വത്തിലാണ് കഥാപ്രസംഗ കുലപതി വി സാംബശിവനെ അനുസ്മരിച്ചത്. ഒറ്റപ്പാലം JRJ കോംപ്ലക്സിൽ നടന്ന അനുസ്മരണത്തിൽ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തി. എന്തിനാണ് അനുസ്മരണങ്ങൾ? ഒരു ചോദ്യമാണ്. മരിച്ചു കഴിഞ്ഞവരെ അനുസ്മരിക്കുന്നുണ്ട്. അനുസ്മരണത്തിലൊരു മരണമുണ്ട് അല്ലേ? മരണം കഴിഞ്ഞതിന് ശേഷമാണ് അനുസ്മരണം. അല്ലെങ്കിൽ അനുസ്മരിക്കാം, ജീവിച്ചിരിക്കുന്നവരെ അനുസ്മരിക്കാം. പക്ഷെ അനുസ്മരണ സമ്മേളനങ്ങൾ മരണാനന്തരമാണ്. പുരോഗമന പ്രവർത്തകരെ സംബന്ധിച്ച് അനുസ്മരിച്ച് ശ്രാദ്ധം കൊണ്ടുവന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമല്ല. പിന്നെ എന്തിനു അനുസ്മരിക്കണം? അവർ നമ്മുടെ ചരിത്രത്തിലും നമ്മെ നാമാക്കുന്നതിലും നൽകിയ സംഭാവനകൾ ചില പ്രതിസന്ധി ഘട്ടത്തിൽ ഓർക്കുന്നതും നമ്മെ മുന്നോട്ട് കുതിപ്പിക്കാൻ സഹായിക്കും. വായനശാല പ്രസിഡന്റ് ഇ രാമചന്ദ്രൻ അധ്യക്ഷനായി. മണിയമ്മ എഴുതിയ കവിതാ സമാഹാരം പഴുക്കടയ്ക്ക TVM അലിക്ക് നൽകി പ്രകാശനം ചെയ്തു. സർവോദയം രാമചന്ദ്രൻ നായരുടെ ആത്മകഥാ പുസ്തകം ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C വിജയന് നൽകി പ്രകാശനം ചെയ്തു. വായനശാല സെക്രട്ടറി IM സതീശൻ, വികസന സമിതി ചെയർമാൻ PV ഹംസ, P പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. MP ബബിത പ്രാരംഭഗാനം ആലപിച്ചു. നജീബ് കാന്തപുരം MLA വാക്ക് പാലിച്ചു. സിനിമയുടെ ഉള്ളൊഴുക്കിൽ അവർ ആനന്ദിച്ചു. അടിസ്ഥാന വിഭാഗ തൊഴിൽ മേഖലകളിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗനവാടി പ്രവർത്തകർ, ആശാ വർക്കർമാർ, പരിരക്ഷ വളണ്ടിയർമാർ തുടങ്ങിയവർക്ക് MLA മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ സിനിമ കാണാൻ അവസരമൊരുക്കി. ഇത് പലർക്കും പുതിയ അനുഭവമായിരുന്നു. സമൂഹത്തിലെ അടിസ്ഥാന വിഭാഗം തൊഴിൽ മേഖലയിലുള്ളവരുടെ ആഗ്രഹം സഫലമാക്കുമെന്ന് പറഞ്ഞ നജീബ് കാന്തപുരം MLA വാക്ക് പാലിച്ചു. ഹരിതകർമ്മസേനാ അംഗങ്ങൾ, അംഗനവാടി പ്രവർത്തകർ, ആശാവർക്കർമാർ, പരിരക്ഷാ വളണ്ടിയർമാർ ഉൾപ്പെടെ 150ഓളം വനിതകൾ മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ സിനിമ കണ്ടു. സ്ത്രീകളുടെ മാനസിക സംഘർഷവും പ്രളയഭീതിയുമെല്ലാം പ്രമേയമാക്കിയ ഉള്ളൊഴുക്ക് സിനിമയാണ് കണ്ടതെങ്കിലും ഇതിന് അവസരം ലഭിച്ചതിലുള്ള ആനന്ദത്തിലായിരുന്നു ഇവർ. കൊപ്പം സിൻഡിക്കേറ്റ് മാളിലെ തിയേറ്ററിലാണ് ഇവർക്ക് സിനിമ കാണാൻ നജീബ് കാന്തപുരം MLA അവസരമൊരുക്കിയത്. സിൻഡിക്കേറ്റ് CEO T യൂനുസ്, മാനേജർ MV ബാബുരാജ്, C സാബിർ, മുഹമ്മദ് വാസിൽ എന്നിവർ സംഘത്തെ സ്വീകരിച്ചു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും വനിതകളായിരുന്നു ഇവർ. തിയേറ്ററിൽ ആദ്യമായി എത്തിയവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. പുതിയ അനുഭവമായിരുന്നു പലർക്കും. സിനിമയ്ക്ക് കൊണ്ടുപോകുമെന്ന കഴിഞ്ഞ ഓണക്കാലത്ത് ഇവരുടെ സംഗമത്തിൽ പറഞ്ഞ ഉറപ്പാണ് MLA പാലിച്ചത്. സിനിമ കണ്ട ശേഷം തങ്ങളെ പരിഗണിച്ചതിന് MLAക്ക് നന്ദിയും സ്നേഹവും അറിയിച്ചാണ് എല്ലാവരും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. മണ്ണമ്പറ്റയിൽ പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്കായി മണ്ണമ്പറ്റ P കൃഷ്ണപിള്ള സ്മാരക സാന്ത്വന കേന്ദ്രം കൃപാസ് പഠന സാമഗ്രികൾ നൽകി. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക നിർവഹിച്ചു. കൃപാസിന്റെ ഇത്തരം ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ വർഷം നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ കുട്ടികൾക്ക് യൂണിഫോം കൊടുത്തുകൊണ്ടായിരുന്നു നമ്മൾ ഇതിന് തുടക്കം കുറിച്ചത്. ഒരുപാട് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സംഘടനയാണ് കൃപാസ് സംഘടന. ഇപ്രാവശ്യം നമ്മളുടെ വെൽഫെയർ കമ്മിറ്റിയുടെ ചർച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ കുട്ടികൾക്ക് പഠനോപകരണ കിറ്റ് നൽകുന്ന ഈ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത്. ഒരുപാട് സുമനസ്സുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പഠനോപകരണം നമുക്ക് നൽകാൻ സാധിച്ചത്. കൃപാസ് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ C ഹരിദാസൻ, C ജയശ്രീ, KK ലിനി, S രാജശ്രീ, കൃപാസ് ട്രഷറർ N ബാലസുബ്രഹ്മണ്യൻ, ബഡ്സ് പ്രധാനാധ്യാപിക രമ്യ, PTA പ്രസിഡന്റ് K ഉഷാദേവി, വിദ്യാർത്ഥി പ്രതിനിധി C അർജുൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ബാഗ്, ഡയറി, ബാഡ്ജ്, കളറിംഗ് സാമഗ്രികൾ, കളി ഉപകരണങ്ങൾ എന്നിവയാണ് സുമനസ്സുകളുടെ സഹായത്തോടെ ഏർപ്പെടുത്തി നൽകിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പളശ്ശേരി വെള്ളിനേഴിയിൽ ജലസംഭരണി തകർന്നു വീണ അമ്മയ്ക്കും കുഞ്ഞിനും ദാരുണാന്ത്യം. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഷമാലി, 2 വയസ്സുള്ള മകൻ സാമിറാം എന്നിവരാണ് മരിച്ചത്. പശു ഫാമിൽ ജോലി ചെയ്തു വരികയായിരുന്നു കുടുംബം.
അനധികൃത ക്വാറികൾക്ക് തടയിടാൻ ചെർപ്പുളശ്ശേരി നഗരസഭ. അംഗീകാരമില്ലാത്ത ക്വാറികൾ കണ്ടെത്തി പ്രവർത്തനം നിർത്തിവെപ്പിക്കാൻ നടപടിയെടുക്കും. ഇനി പുതിയ ക്വാറികൾക്ക് അനുമതി നൽകേണ്ടെന്നും കൗൺസിൽ തീരുമാനം. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ലെന്നും വിമർശനം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് CPM തടസ്സം നിൽക്കുകയാണെന്ന് ഭരണസമിതി. ബ്ലോക്ക് പഞ്ചായത്ത് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതം. കടമ്പഴിപ്പുറത്ത് 2 പേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ 3 പേർ കൂടി അറസ്റ്റിൽ. തൃക്കടീരി കീഴൂരിൽ സഹോദരങ്ങൾക്ക് നേരെ ക്രമം 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മണ്ണാർക്കാട് കുമരംപുത്തൂർ കല്യാണക്കാപ്പിൽ മൊബൈൽ കടയിൽ തീപിടുത്തം. 12 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകളും അനുബന്ധ സാധനങ്ങളും കത്തിനശിച്ചു. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.